നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. PSC കഴിഞ്ഞ ദിവസം നടത്തിയ 10th ലെവൽ മെയിൻസ് എക്സാം തിയേറ്റർ അസിസ്റ്റന്റ് മ്യൂസിയം അറ്റൻഡന്റ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷനാണ്. ഇനി വരുന്ന PSC പരീക്ഷകൾ എഴുതുന്ന ആൾക്കാർ ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ട ഒരു ചോദ്യ പേപ്പറാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ 10th ലെവൽ മെയിൻസിൻ്റെ അതേ സിലബസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി പെറ്റർലോ കൂട്ടക്കൊല റഷ്യൻ വിപ്ലവം എന്നതാണ് തെറ്റായ ജോഡി. പെറ്റർലോ കൂട്ടക്കൊല ഇംഗ്ലണ്ടിലാണ് നടന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഇരവിപേരൂരാണ്. ഇരവിപേരൂർ. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. ചേരുംപടി ചേർക്കുക. ദേശീയ സമരകാലത്തെ പത്രങ്ങളും നേതാക്കളുമാണ് തന്നിരിക്കുന്നത്. എങ്ങനെ ചേരുംപടി ചേർക്കാം? ബംഗാളി സുരേന്ദ്രനാഥ ബാനർജിയാണ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ചേരുംപടി ചേർക്കാനുള്ളത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കേരള രത്നമാണ്. കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ എന്നിവയാണ് പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയത്. പാംലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. മണിപ്പൂർ. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന 10th പ്രിലിംസ് 2024-25 പ്രിലിംസ് ഒൺലി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രിലിംസ് ആൻഡ് മെയിൻസ് വേണ്ടവർക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് പ്രിലിംസും മെയിൻസും ഇൻക്ലൂഡഡ് ആയിട്ടും ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫീസിന് വൻപൻ ഡിസ്കൗണ്ട് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഷുവർ ഷോർട്ട് കറണ്ട് അഫെയർസ്, മന്ത്ലി കറണ്ട് അഫെയർസ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ്, ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോർട്ട് GK, അതുപോലെ പ്രിലിംസിന്റെ മോഡൽ എക്സാം, മെയിൻസിന്റെ എക്സാം എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ്. വിത്ത് സ്റ്റഡി പ്ലാൻ ആണ്. എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത വർഷം വിളിക്കാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബാച്ച് കോഴ്സ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് കോഴ്സുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പോൾ എല്ലാം കിട്ടണമെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ക്ലാസ് കണ്ടിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആപ്പിൽ തന്നെ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. എല്ലാം കൂടെ ഒരു പാക്കേജാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയവാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അനുയോജ്യം? ഓവർലേ വിശകലനമാണ്. ഓവർലേ വിശകലനം. രശ്നാദോബ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രവി ചിനാബ് നദികൾക്കിടയിലാണ് രശ്നാദോബ് സ്ഥിതി ചെയ്യുന്നത്. താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം സൂററ്റ്. PSC ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം സൂററ്റ് ആണ്. കൊങ്കൺ റെയിൽപാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം ഏത്? കർബുഡേ തുരങ്കം. കർബുഡേ തുരങ്കം. ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി? PC മെഹ്ലനോബിസ് ആണ്. PC മെഹ്ലനോബിസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത്? ചില്ലറ വിലയാണ്. ചില്ലറ വില.
സെൻസെക്സ് എന്നത് എന്തിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്? നിക്ഷേപത്തിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ് സെൻസെക്സ്. ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി. അടുത്ത ചോദ്യം, WTO സ്ഥാപിതമായ വർഷം? 1995 WTO സ്ഥാപിതമായത്. ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം? സ്ഥിരം ചോദ്യം, കേരളമാണ്. ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാ? കേരളം. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 111 സ്ഥാനമാണ് ഇന്ത്യയുടേത്. താഴെ പറയുന്നവയിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. തുങ്കൻ കമ്മിറ്റിയുണ്ട്, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുണ്ട്, അശോക് മേത്ത കമ്മിറ്റിയുണ്ട്. 1, 3, 4 ആണ് ഉത്തരം. ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? അവശിഷ്ട അധികാരത്തിലാണ് സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? പാർലമെന്റിലെയും നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. താഴെ പറയുന്നവയിൽ നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ ആരെല്ലാം? വക്കം പുരുഷോത്തമൻ, പി ശ്രീരാമകൃഷ്ണൻ എന്നിവരാണ് നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ. പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ്? 2ാമത്തെ പാർട്ടിലാണ്, പാർട്ട് 2. താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1ാമത്തെ പ്രസ്താവന തെറ്റാണ്, ബാക്കിയെല്ലാം ശരി. കേരളത്തിൽ നിന്ന് 9 പേരെ തിരഞ്ഞെടുക്കുന്നു. കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് PT ഉഷ. അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന BJPയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. അദ്ദേഹം ആദ്യമായാണ് പാർലമെന്റിൽ അംഗമാകുന്നത്. ഈ 2 പ്രസ്താവനകൾ ഒന്ന് നോക്കിയിട്ട് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. 1ാമത്തെ പ്രസ്താവന ശരിയാണ്, 2ാമത്തത് തെറ്റാണ്. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന BJPയുടെ ആദ്യത്തെ സ്ഥാനാർത്ഥിയാണ് ആര്? സുരേഷ് ഗോപി. പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇത് 2മാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട് 3 പ്രസ്താവനകളോട് തന്നിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാം. സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിന്റെ ഭാഗമാണ്, ശരി. സംസ്ഥാന തലത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്, ശരിയാണ്. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു, ഇത് 3ഉം ശരിയാണ്. സംസ്ഥാന വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? വിജിലൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. വിജിലൻസ് കമ്മീഷന്റെ തലവൻ വിജിലൻസ് കമ്മീഷണർ ആണ്, ഇത് 2ആണ് ശരി. കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണമാണ്, ഇത് 2ആണ് ശരിയായിട്ടുള്ളത്. അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ജനങ്ങളെ സാക്ഷരരാക്കുക എന്നത് ഇതിന്റെ ലക്ഷ്യമാണ്. ഇന്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇതിന്റെ പ്രവർത്തനം. ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംരംഭമാണിത്, ഇത് 3ഉം ശരിയാണ്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കമ്മീഷന്റെ അധിപൻ, ഇത് 2ഉം ശരിയാണ്. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ലോക്പാൽ, ലോകായുക്ത എന്നിവയെ സംബന്ധിച്ചാണ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ, ശരി. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത, ശരിയാണ്. ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുകയാണ് ഇവയുടെ ധർമ്മം, 3ഉം ശരിയാണ്. ഓൾ ഓഫ് ദി എബോവ്.
ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് സെറിബെല്ലം. വൈഡൽ ടെസ്റ്റ് ഏതു രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈഡൽ ടൈഫോയിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരത്തിന് ആവശ്യമായ ഊർജത്തിന്റെ പ്രാഥമിക ഉറവിടം കാർബോഹൈഡ്രേറ്റ് ആണ്. ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളാണ് സ്രവിക്കുന്നത്. ഇൻസുലിന്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു. ഇതാണ് ശരിയായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏത്? ഓക്സിജൻ ആണ്. ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? ജീവകം B1 പെല്ലഗ്ര എന്നതാണ് തെറ്റായിട്ടുള്ളത്. ജീവകം എയുടെ അപര്യാപ്ത രോഗം സിറോഫ്താൽമിയ, ജീവകം D റിക്കറ്റ്സ്, ജീവകം C സ്കർവി. വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു ഏത്? വൈറസ് ആണ്. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി ഏത്? ആർദ്രമാണ്. ഒരാൾ എയിൽ നിന്നും പുറപ്പെട്ട് 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ശേഷം വലത്തേക്ക് ലംബമായി തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് ബിയിലെത്തുന്നു. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര? 5 കിലോമീറ്റർ ആണ്. ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുക. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? 1ഉം 2ഉം ആണ് തെറ്റായിട്ടുള്ളത്. 3 ശരിയാണ്. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവും ആയിരിക്കും. പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? കിലോവാട്ട് അവർ ആണ്. മാട്ട്, ജൂൾ പെർ സെക്കൻഡ്, ഹോഴ്സ് പവർ ഇവയെല്ലാം പവറിന്റെ യൂണിറ്റുകളാണ്. നാസ ഗോസ് യു ഉപഗ്രഹത്തിന്റെ പ്രധാന ദൗത്യം പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുടെ പര്യവേഷണമാണ്. കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. ബ്രഹ്മപുരവും കോഴിക്കോടുമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത്? ആന്റിമണി. റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത്? റീഗൽ വാട്ടർ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും മിശ്രിതം. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏത്? സാന്ദ്രത ഏറ്റവും കൂടിയത് ഓസ്മിയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് എവിടെയാണ്? ഹൈദരാബാദ്. ലോക ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്ന്? നവംബർ 10. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ് കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത്. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ഇത് എഴുതിയതാരാണ്? ശക്തിയുടെ കവിയായ ഇടശ്ശേരി. ഇന്ത്യൻ ഫുട്ബോൾ ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആര്? സുനിൽ ഛേത്രി. ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവലാണ് ഇന്ദുലേഖ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? SK വസന്തൻ. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണെനിക്കിഷ്ടം. ഇതാരുടെ വാക്കുകളാണ്? ഇത് MT വാസുദേവൻ നായരുടെ വാക്കുകളാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടി താഴെ പറയുന്നവയിൽ ഏത് വാദ്യ ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെണ്ടയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി പറയുന്നവയിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി? RAM ആണ് വോളറ്റൈൽ മെമ്മറി. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന്റെ പ്രാഥമിക പ്രവർത്തനം. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ സംഖ്യാ ഡേറ്റയും കണക്കുകൂട്ടലുകളും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ മുൻപ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിന്റെ പുതിയ
പേര് എന്ത്? മെറ്റയാണ്, മെറ്റ. ഇനി പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ് ഡേറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത്? റൂട്ടർ ആണ്, റൂട്ടർ. അടുത്ത ചോദ്യം, ഏത് മാൽവെയർ ആണ് അതിന്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? റാൻസം വെയർ ആണ്, റാൻസം വെയർ. ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ആദ്യത്തെ പ്രസ്താവനയാണ് ശരിയല്ലാത്തത്, ബാക്കിയെല്ലാം ശരിയാണ്. വിവാഹിതരായ സ്ത്രീകൾക്ക് ഭർതൃമാതാവിനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. സഹോദരിക്ക് സഹോദരനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. മകൾക്ക് അച്ഛനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1993. ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ മിനിമം 7 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പിഴ 10 ലക്ഷം രൂപ വരെയാണ് പിഴ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതെങ്കിൽ ഉത്തരം ലഭ്യമാക്കേണ്ട സമയപരിധി 48 മണിക്കൂറാണ്, 48 മണിക്കൂർ. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ രേഖ ശർമ്മ. ഇപ്പോൾ ശരിക്കും വിജയ് കിഷോർ റാഹത്കർ ആണ്, ഓപ്ഷനിലില്ല, ഓപ്ഷൻ വെച്ചിട്ട് രേഖ ശർമ്മയാണ് ഉത്തരം. അടുത്ത ചോദ്യം, വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമമാണ് ഗാർഹിക പീഡന നിയമം. എക്സിന്റെ 15% എന്നത് വൈയുടെ 20% തുല്യമായാൽ X/Y എത്രയാണ്? 4:3 ആണ്. ഒരു ക്ലാസ്സിലെ 10 കുട്ടികൾ പരസ്പരം ഹസ്തദാനം നൽകിയാൽ ആകെ എത്ര ഹസ്തദാനമാണ് അവിടെ നടക്കുന്നത്? 45 ഹസ്തദാനങ്ങളാണ്. 4701 ഏത് സംഖ്യ കൂട്ടിയാൽ തൊട്ടടുത്തുള്ള പൂർണ്ണവർഗം ആകും? 60 ആണ്, 60. 4 × 5 + 14 + 8 - 36 / 9 വാല്യൂ 38. 1 മുതൽ 50 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? 1275. 15 പോസ്റ്റ് കാർഡിന്റെ വില 2.25 രൂപയാണെങ്കിൽ 36 പോസ്റ്റ് കാർഡിന്റെ വില എത്ര? 5.4. 1.7 × 0.0028 / 0.068 × 0.014 = 5. വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഇവിടെ വരുന്നത് GSRK ആണ്. ഒറ്റയാൻ ആര്? 2, 3, 5, 7, 8, 11, 13. ഏതാണ്? 8 ആണ്. 10, 7, 4 എന്ന ശ്രേണിയിലെ 25-ാം പദമാണ് -62. -62. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. മിസ്റ്റർ ഗോപാൽ അക്കമ്പനീഡ് ബൈ ഹിസ് 2 managers ഡാഷ് ലീവിംഗ് ഫോർ ലണ്ടൻ. ഈസ് ആണ്. ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് യു വിൽ സക്സീഡ്. Richard refused to accept the free ride because he was dash honorable man, an honorable man. The registrar of the university said the students dash earn 85% attendance to be eligible to appear for the examination. Should ആണ്. They hardly remember anything. Do they ആണ്. Question tag do they. As little Albert could not dash his nagging grandmother, he decided to leave home. ഉത്തരം put up with ആണ്. put up with. If your team dash again, you will be out of the competition. Lose ആണ്. lose. Pick out the antonym of the word clear from the following. murky ആണ്. murky. The students found the project to be dash because it was very easy. A piece of cake. Substitute the underlined phrase with any one of the following words. Hitler believed himself to be all powerful. all powerful ന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ വൺ വേർഡ് ഏതാണ്? omnipotent ആണ്. omnipotent. താഴെ കൊടുത്തവയിൽ മകൻ എന്ന പദത്തിന്റെ അലിംഗ ബഹുവചനം എന്താണ്? മക്കളാണ്. മക്കൾ. മലയാളത്തിന്റെ എഴുത്ത് രീതിക്ക് അനുയോജ്യമായ വാക്യം തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലുള്ള ദരിദ്രരും അവശരുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പാനുള്ള ശാന്തവും സദ്യഫലവുമായ ഒരേ ഒരു ഉപായം
ഖാദി അല്ലാതെ വേറൊന്നുമില്ല എന്നതാണ്. താഴെ കൊടുത്ത പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഈരണ്ടാണ്, ഈരണ്ട്, അതാണ് കറക്റ്റ്. നക്ഷത്രം എണ്ണുക എന്ന പ്രയോഗത്തിന് മലയാളത്തിൽ നടപ്പുള്ള അർത്ഥം എന്ത്? കഷ്ടപ്പെടുക എന്നതാണ്. താഴെ കൊടുത്ത വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓരോ പൗരനും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ആ മലവെള്ളം കുറേ ദിവസം നിന്നു. ചിന്മയം എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ചിത് അധികം മയമാണ്. ചേരുംപടി ചേർക്കുക. അർദ്ധവിരാമം രോധിനി. അർദ്ധവിരാമത്തിന് എന്ത് പറയും? രോധിനി. അപൂർണ വിരാമമാണ് ഭിത്തിക. പൂർണ്ണ വിരാമമാണ് ബിന്ദു. അല്പവിരാമമാണ് അങ്കുശം. ഓക്കെ, താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് തെറ്റായ ജോഡി, ബാക്കിയെല്ലാം ശരിയാണ്. വൈതരണി ദുർഘട സ്ഥലം. ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കഠിനമായ അധ്വാനം. അക്ഷയപാത്രം എന്നാൽ അവസാനിക്കാത്ത സമ്പത്ത്. കൂട്ടത്തിൽ ചേരാത്തത് തിരിച്ചറിയുക. താരം താരകം എന്നതാണ് കൂട്ടത്തിൽ ചേരാത്തത്. മഞ്ഞുതൊപ്പി എന്ന പദത്തിന് ശരിയായ വിഗ്രഹരൂപം കണ്ടെത്തുക. മഞ്ഞിനെ തടുക്കുന്ന തൊപ്പിയാണ് മഞ്ഞുതൊപ്പി. ഓക്കെ, അപ്പൊ ഇത്രയാണ് 100 ചോദ്യങ്ങൾ. 10th മെയിൻസ് സിലബസിന്റെ അതേ പാറ്റേൺ തന്നെയാണ്. അപ്പൊ ഇനി പരീക്ഷയുള്ള ആൾക്കാർ, ഇനി വരുന്ന 10th പ്രിലിംസ് ഒക്കെ ഉള്ള ആൾക്കാർ, അതുപോലെ LGS പരീക്ഷയുള്ള ആൾക്കാർ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയിരിക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നിങ്ങൾക്ക് വേണ്ട കോഴ്സുകളെല്ലാം പൊക്കോണ്ടിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.